അള്ളാഹ് ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നല്ലോണം അനുവദിച്ചെന്ന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു. അടിയുടാനാവൂല എന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കല്ലോ മൗലൈമാര് രണ്ടെട്ടുന്ന് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. പടച്ചോനാണ് ഹൃദയത്തിൽ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതാ ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്നു ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മോളെ എന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ ബാപ്പാന്റെ ഇബ്രാഹിം കുട്ടിയാക്കാന്റെ മകളെ ഇയാൾക്ക് കെട്ടണമെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ സമ്മതിച്ചണോ? ഇയാള് പെരക്കാരത്തിനോടല്ലേ ഇത് ചോദിക്കണ്ടേ? അത് കൈപ്പാട്ടൊന്നും ചോദിക്കാൻ ധൈര്യമല്ല. പണ്ട് തൊടുപോയ കൂടിയോ പെണ്ണേണാൻ പോയിട്ട് ഇടങ്ങാറായി ചെയ്തിക്കണ്. ഇതൊക്കെ പാടിയായപ്പോ മൂപ്പര് നാട്ടിലെ പെണ്ണുങ്ങളെ വിളിച്ച് സങ്കടം പറയാം. ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയാ. നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ബലോടാ ചെന്ന് സങ്കടം പറയാ. അതാ പണ്ട് സുഹൈർ ചുങ്കത്തറാറിന് ഒരു മൗലവി ഒരു ബുക്ക് എഴുതി, ബഹുഭാരിത്വം ആശക്കും ആശങ്കക്കും മധ്യേ. മൂപ്പര് പറഞ്ഞു, നാട്ടിലെത്ര വിധവകളുണ്ട്, നാട്ടിലെത്ര കെട്ടിച്ചു പോകാത്ത പെണ്ണുങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സമുദായത്തിൽ ഒരു കാലം വരുന്നത് ഞാൻ സ്വപ്നം കാണുകയാണ്. എന്താണ് സുഹൈർ മൗലവി പണ്ട സ്വപ്നം? നൂറുകണക്കായ പള്ളികളിൽ ആയിരക്കണക്കായ വനിതകൾ ജുമക്ക് വന്നു പോകാൻ. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് പള്ളി സെക്രട്ടറി, നമ്മളെയൊക്കെ പള്ളിക്ക് വരിസംഖ്യ പിരിച്ചാൻ കുത്തിർക്കും മേശക്കെ. ഇങ്ങനെ പള്ളി സെക്രട്ടറി കുത്തിർക്കുമ്പോ ജുമ കഴിഞ്ഞു പോണ പെണ്ണിന് നേരെ സെക്രട്ടറിനോട് ചെന്ന് വന്നിട്ട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം. എന്ത്? ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നു എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം. പെണ്ണിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു വിചാരിച്ച അപകടമൊന്നുമില്ല. തെന്ന് പറഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ആർക്കും വേണം, പള്ളി സെക്രട്ടറിക്കും വേണമെന്നാണ്. വേറെ നിക്കാഹ് വേണ്ട, സാക്ഷി വേണ്ട, ഒന്നും വേണ്ട. പിന്നെ അങ്ങാടിയിൽ മേമോട്ടിനോട് പാത്മക്കുട്ടി വന്നിട്ട് എന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ബസ് കയറി കോഴിക്കോട്ടേക്ക് പോണ മേമോട്ടി ഓട്ടോറിക്ഷയിൽ വേറെ ഒടുക്കലും മൂപ്പത്തിനേറ്റ് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ കാലങ്ങളോളം എഴുതി വെച്ചു ഈ സുഹൈർ മൗലവി. ആ സുഹൈർ മൗലവി ഇന്നും ഇവരെ നേതാവാണ്. ഇനി അതിന് ഒരു മറുപടി ഉണ്ടാവും, അത് പിമ്പലിച്ചിക്കണ്. ആയിക്കോട്ടെ ചങ്ങായിമാരെ, ഈ പിമ്പലിച്ചിണിന്റെ ഇടയ്ക്ക് വല്ലതും കൊണ്ടുപോയി ഉണ്ടായിക്കണമെങ്കിൽ ദത്ത കാട്ടുക. ഇതൊക്കെ നിങ്ങളെ ഇത് അവനാന്റെ മുതലൊരുക്കണ പ്രശ്നമല്ലതേ. അള്ളാന്റെ ദീനിന്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ ഫിഖ്ഹ. അങ്ങാടിയിൽ ബസ്സാത്തിക്കണോന്റെ എടുത്ത അയലോകത്തെ പാത്തുമ്മക്കുട്ടി തെന്നു എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാനുള്ള അധികാരം ആണുങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ദീനിൽ സമ്പദവും സപ്പോർട്ടും കൊടുത്ത മൗലവി കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞിട്ട് പിമ്പലിച്ച് എത്ര മുജാഹിദീങ്ങൾ ഇങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ മാറിപ്പോയിക്കണെന്ന് പഠിച്ചോനല്ലേ അറിയുള്ളൂ. ഇതൊക്കെ ദീനല്ലേ? തൊള്ളയിൽ തോന്നുന്നത് കോതക്ക് പാട്ടെന്ന പോലെ നിങ്ങൾക്ക് തോന്നുമ്പോ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള പൂരപ്പറമ്പാണോ പരിശുദ്ധ ഇസ്ലാം? മദ്ഹബിന്റെ ഇമാമിങ്ങളെയും സലഫുസ്വാലിഹീങ്ങളായ സ്വഹാബികളെയും ഇമാമിങ്ങളെയും ഹിജ്റ 5 ഇസ്ലാമെത്തിയ കേരളത്തിലെ നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിന്റെ സച്ചരിത പാതയും തള്ളിയിട്ട് കാലങ്ങളായി പരിശുദ്ധ ഇസ്ലാം ശാന്തമായി പോകുന്ന ഈ പിലാശ്ശേരി ഗ്രാമത്തിൽ വന്ന് നിങ്ങൾ വിതരണം ചെയ്യുന്ന ഈ പാഷാണം മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ തെരുവ് വികലമാക്കുന്നത്? ഇനിയോ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു, ബാക്കി പറയട്ടെ മൂപ്പര്. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും, പടച്ചോനെ ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ. സങ്കട സന്തോഷ തോന്നുകയെന്ന് നമ്മക്കറിയില്ല. കേട് വന്നു പോവല്ലോ, ഓളെ കേട് വന്നു പോകുമല്ലോ. എത്ര പെൺകുട്ടികളെ കേട് തീർക്കും മൗലവി? നാലെത്തുമ്പലല്ലേ എത്തുള്ളൂ. പിന്നെയും വരുമല്ലോ ഇങ്ങനെ സങ്കടം. ഇബ്രാഹിം കുട്ടിയാക്കാന്റെ മക്കളോ അതുപോലെ മേമോട്ടിന്റെ 4 മക്കളെയും കെട്ടിയാ തീരൂരല്ലോ ഈ സങ്കടം. അപ്പോഴാ സുഹൈർ മൗലവിന്റെ ഫത്വീക്ക് പോകുക. 4 നിന്നാ തീരൂല സങ്കടം. അതുകൊണ്ട് ബേദിന് പോകുമ്പോ പിന്നെ ഇങ്ങനത്തെ സങ്കടം കാണുകയാണ്. അതുകൊണ്ട് ബൈക്കെന്ന് തന്നു എന്ന് പറഞ്ഞാൽ കിട്ടിയ ഓട്ടോറിക്ഷക്ക് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യത്തിക്ക് മൗലവിന്റെ ഗവേഷണം എത്തും. കല്യാണം കഴിച്ചാൽ ഓക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ അനുവദിച്ചില്ല. ഓള തോഫീനെക്കാളും മൗലവിന്റെ തോഫീക്കിനാ അല്ലെ ഒരു പണത്തൂക്കം മുമ്പിൽ അറിഞ്ഞില്ലേ ജ്വല്ലറിക്കാരന്റെ ആഗ്രഹം. നിങ്ങൾക്ക് കേൾക്കണോ? സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടി പറഞ്ഞു, അത് നിങ്ങളാരും അനുവദിച്ചോളണമെന്നൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? എന്തേ സ്നേഹം കൂടുതലുകൊണ്ടാണിത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ, റസൂലിന്റെ ഹദീസ് എന്താ അറിയോ?
ഒരു വലിയ മുത്ത് സ്വർഗത്തില്, ഒരു വലിയ മുത്ത്. ആ മുത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നിലധികം കല്യാണം കഴിക്കണോൽക്ക് ഓഫറൊക്കെ കൊടുത്തിക്കണ്. അത് ഇബ്രാഹിം കുട്ടിയൊക്കെ സങ്കടം പറയണോന് മുഴുവൻ കെട്ടാനുള്ളതാ. അതിന് കുറച്ച് യോഗ്യത അർഹതയൊക്കെ വേണ്ടേ? തന്നു എന്ന് പറഞ്ഞാലും മകളെ കെട്ടിച്ചാണ്ട് എന്ന് പറഞ്ഞാലൊക്കെ കെട്ടിക്കൊണ്ടാൻ കഴിയോ? രണ്ടാം കെട്ട് കെട്ടാനുള്ള യോഗ്യത അർഹതയും വേറെ വേണ്ടേ മൗലവി? ഒരാള് പ്രവേശിക്കും, ഭാര്യ ഭർത്താവ്. എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാറിയോ? ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക. ആ വലിയ മുത്ത് സ്വർഗത്തില്. പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവും ഉണ്ടാവും. എനിക്ക് കാണാൻ പറ്റൂല, അവർക്ക് ഇന്നെയും കാണാൻ പറ്റൂല. മനസ്സിലായോ? അവിടെ ആരാ പ്രവേശിക്കുക? 2 കല്യാണം കഴിച്ച പുരുഷനും ആ 2 കല്യാണം കഴിച്ച ദമ്പതിമാരും. എന്തേ അള്ളാഹു അവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത്? വ്യഭിചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന, ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളിപ്പോയ, പടച്ചോനെ പേടിച്ച ഒരു പെണ്ണിനെ കെട്ടിയതിന്റെ പേരില്, 2 സ്ത്രീകളെ പോറ്റിയതിന്റെ പേരില് അള്ള കൊടുക്കണൊരിടം. സ്വന്തം ഭർത്താവിന് അത്തരൊരിടം കിട്ടണമെന്ന് ഭാര്യ ആഗ്രഹിച്ച ഒരു തെറ്റും വരാനില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങളറിയാതെ നിങ്ങളെ ഭർത്താക്കന്മാര് വ്യഭിചരിച്ചാൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ ഹറാമാണ് ചെയ്യിപ്പിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മോഹാണെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ പേരിൽ നുണ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കും. അത് ബാപ്പ പത്തായത്തിലും ഇല്ലാർന്ന മാതിരിയാട്ടോ. അത് നിങ്ങൾ കരുതരുത്. ഇങ്ങനൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കൂല. പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കണം എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്രയല്ലേ. എന്താ അത് മറന്നു പോണത്? എന്താ അത് മറന്നു പോണത്? പടച്ചോന്റെ കോടതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു പെണ്ണിനെ വ്യഭിചാരത്തിൽ രക്ഷപ്പെടുത്തിയ അള്ള നിങ്ങൾക്ക് പ്രതിഫലം തരൂലേ? ആ പ്രതിഫലം എന്ത് നിങ്ങൾ തടയണോ? നിങ്ങളെ ഭർത്താവ് 2 സ്ത്രീകളെ നോക്കി, നിങ്ങളെ ഭർത്താവ് നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മുത്തക്കി, നല്ല നിലക്ക് മക്കളെ പോറ്റിയ ഒരാള്, അയാൾക്ക് 2 ഭാര്യയും 2 ഭാര്യമാരിലോ 6 മക്കളും ഉണ്ടെങ്കിൽ ആ 6 മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായി അയാൾ വളർത്തിയെങ്കിൽ നാടിന് നല്ലതല്ലേ? തെമ്മാടികളായ മക്കൾ ജനിക്കുന്ന എന്താ നിങ്ങൾ ആലോചിച്ച് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്നവര് 5 വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ 4 കുട്ടികളുണ്ടായിരുന്നു ഖദീജ ബീവിക്ക്. അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ പുണ്യൊക്കെ ഒന്നും കിട്ടും. ബലി തന്നെ വേണ്ട, നിങ്ങൾ എല്ലാവർക്കും ദേവത്ത് നടത്തിക്കോളി. എന്നാലും നിങ്ങൾ 2 ആള് സഹിക്കാൻ കഴിയൂല. മൂപ്പര് പെണ്ണുങ്ങൾ പറഞ്ഞാണേ ഈമാനില്ലാത്തോണ്ടാണ്. ആ ഒരു തലത്തിലേക്ക് ഈമാൻ വർദ്ധിക്കാത്തോണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലിടുക. വേറെ നിലക്കൊന്നും തെറ്റിദ്ധരിക്കരുത്. കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതുകൊണ്ട് പറയണം കേട്ടോ. ഇനി ഇതൊരു ചർച്ചയാക്കിയിട്ട് നാളെ ഇങ്ങനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് എന്നാലും ആ പ്രസംഗം അങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറയണ്ട. ഇത് നിങ്ങൾക്ക് ഇക്കോലത്തിൽ ആരുമായിട്ട് പറഞ്ഞു തന്നിട്ടും ഉണ്ടാവില്ല. മനസ്സിലായോ? ഇത് ഇങ്ങനെയൊക്കെ പുണ്യമുള്ള ഒരു വകുപ്പാണ്. നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന പോലെ കേട്ട് എനിക്ക് ഉറപ്പാ അല്ലെ? ഇനി നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു അറിവുണ്ടല്ലോ, ഇങ്ങനെയുള്ള കുറെ അറിവുകൾ ഈ അറിവുകൾ നേടുമ്പോഴാണ് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാകുക ഇങ്ങനെയൊക്കെയാണ്. ഇനി ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം സ്വലാത്തൽക്കിലോ ദിക്റൽക്കിലൊക്കെ നമുക്ക് മൂപ്പർക്ക് 2 കെട്ട് കെട്ടിയല്ല, കെട്ടി നോക്കണം അതിന്റെ സമാധാനം തിരിയണമെങ്കിൽ. ഞാൻ കെട്ടിയിട്ടല്ല സഹോദരന്മാരെ. അപ്പോ മൂപ്പര് പെണ്ണുങ്ങളോട് ഇത് പറഞ്ഞതിന് അമ്മുത്തി നമുക്ക് വേണ്ട, വേറെ എന്തൊക്കെ ഉണ്ട് സ്വർഗത്തില് എന്നത്ര പറഞ്ഞേ. അപ്പൊ സഹോദരന്മാരെ, ഇത് ബഹുഭാരിത്വം ഇസ്ലാമിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇബ്രാഹിം കുട്ടിയാക്കാന്റെ സങ്കടം തീർക്കാൻ മാത്രമല്ല. ഇബ്രാഹിം കുട്ടിയാക്കാന്റെ സങ്കടം തീർക്കാൻ വേണ്ടി മാത്രം 2ാം കെട്ടിന് പോയാൽ പിന്നെ അപ്പന്റെ സങ്കടം മരിച്ചോളം തീരൂല, മരിച്ചാൽ അത്രയും തീരൂല. അപ്പോ ഇങ്ങനെ ഇനി ദീനിയാക്ക് വേറെയുണ്ട്. പെണ്ണിട്ടില്ല തന്നെ അയാൾക്ക് പെണ്ണ് കാണാൻ പോണ മസാല അയാൾ പറഞ്ഞു തരുന്നുണ്ട്. പെണ്ണ് കാണാൻ പോണ്ടേ? പോണം. നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മൽ ഒരു പെൺകുട്ടിയുണ്ട്. നാളെ മോള ഡിഗ്രിക്കാ പഠിക്കണേ. ശരി, എന്നാ പൊന്ന് പോവുക? ഞായറാഴ്ച പോവാം. ശരി, നീ കൂടെ വരുമോ? ഞാൻ കൂടെ വരാം. അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ പോവുകയാണല്ലോ. അപ്പൊ അവിടെ ഇരിക്കൂ കൊലായില്. അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമില് കണ്ടോളി മേടിച്ചല്ലോ. എന്താ പേര്? ആമിന. പഠിക്കുന്നത് ഡിഗ്രിക്ക്. നേവട്ടെ എത്ര 1/2 മിനിറ്റ്. ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത്.
നിന്ന സ്ഥലത്താണ്. എന്തു വേണമെന്നറിയോ? യുവാക്കളോടാട്ടോ, വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ടാ പറയുന്നത്. പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത്, ഒരിക്കലും പോയി കാണരുത്. ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറാം. അടി കിട്ടാൻ വേറെ ബസ് സ്റ്റോപ്പ് തിരയണ്ട. ഇതിന്റെ മുന്നിലും ബേക്കിലും എന്ത് മൂപ്പര് പറഞ്ഞിക്കണെങ്കിലും എത്ര ആശയം പറഞ്ഞിക്കണെങ്കിലും ഇങ്ങനെ ഒരു പെണ്ണാണാൻ പോക്ക് ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് അല്ലേക്കണ്ടി. ഇതിന്റെ മുന്നിൽ എന്ത് പറഞ്ഞാലും ബേക്കിൽ എന്ത് പറഞ്ഞാലും ബസ് സ്റ്റോപ്പ് പോയിട്ട് പാളിയൊക്കെ ഒരു പെണ്ണാണലുണ്ടല്ലോ, ഇല്ല. ഇനിയോ സഹോദരന്മാരെ, ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ചു പോരണോ? ഓള് മുന്നിൽ കയറുമ്പോ ബാഗ് കയറണം. എന്നിട്ടോ ബസ്സിൽ ഇപ്പോൾ എങ്ങനെയാ ഇരിക്കണത് നടക്കണത് എന്നൊക്കെ ആ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കണം. എങ്ങനെ ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. ചെറുപ്പക്കാർക്കൊരു മെച്ചം തന്നെയാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർക്കല്ല കേട്ടോ. ഇന്ത്യയൊക്കെ നാട്ടിൽ ഈ MES കോളേജൊക്കെ ഉള്ള